ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം എല്ലാവരും ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അവരുടെ എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും അവർ നമുക്ക് എയർ ഡ്രോപ്പ് തരാനായിട്ട് പോകുന്നത് എന്നായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ടെലഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സമയം വൈകാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു ഗെയിമിംഗ് ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലതുവശത്ത് അറ്റത്തായിട്ട് കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നായിട്ട് കാണാനായിട്ട് പറ്റും. എയർ ഡ്രോപ്പ്, അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ പോയിന്റ് ടു ബി അനൗൺസ്ഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. സോ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ടാസ്കുകൾക്ക് അനുസരിച്ച് നമുക്ക് ഇവർ പോയിന്റ്സ് തരുന്നതായിരിക്കും. എത്രത്തോളം പോയിന്റ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നു അതിനനുസരിച്ച് എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷനും നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇവർ ഈ ഒരു പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്രൈറ്റീരിയകളെന്ന് നമുക്ക് അടുത്തതായിട്ട് ഓരോന്നോരോന്ന് എടുത്ത് നോക്കാം. അതിലേറ്റവും ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു പാസീവ് ഇൻകം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ പ്രോഫിറ്റ് പെർ അവർ ആണ്. സോ എത്രത്തോളം കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ ഉണ്ടോ അതിനനുസരിച്ച് കൂടുതൽ പാസീവ് ഇൻകം സെഷനിൽ നിന്ന് നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റിന് മുന്നേ അല്ലെങ്കിൽ ഇവരുടെ സ്നാപ്ഷോട്ടിന് മുന്നേ നിങ്ങൾക്കൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് പറ്റുമോ അത്രത്തോളം കൂട്ടി വെക്കുക. കാരണം പാസീവ് ഇൻകം അഥവാ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് നമ്മുടെ എയർ ഡ്രോപ്പ് അലോക്കേഷനെ തീരുമാനിക്കുന്ന ക്രൈറ്റീരിയകളിൽ ഒന്നാണ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ക്രൈറ്റീരിയ ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ഏൺ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഡെയിലി ലോഗിൻ, ഡെയിലി സൈഫർ കാര്യങ്ങളൊക്കെ ആവാനാണ് സാധ്യത. സോ അത് നിങ്ങൾ എത്ര റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഏൺ ടാസ്ക് എന്നുള്ള ഏരിയയിൽ നിന്നും പോയിന്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പോഴും ഇവർ സ്നാപ്ഷോട്ടിൻ്റെ അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ആ ടാസ്കുകളും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതും നമ്മുടെ എയർ ഡ്രോപ്പ് അലോക്കേഷനെ ബാധിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയകളിൽ ഒന്നാണ്. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആളുകളെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് നിങ്ങൾ ഒരുപാട് ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കൂടുതൽ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻവൈറ്റ്സിൻ്റെ നമ്പറിന് അനുസരിച്ചായിരിക്കും ഈ ഒരു ഭാഗത്തെ പോയിന്റ്സ് വരാനായിട്ട് പോകുന്നത്. കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവർ റീസെൻ്റ്ലി ഈ ഒരു അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ ഹാംസ്റ്ററിൻ്റെ ബോട്ടിൽ പുതിയൊരു സെക്ഷനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്കിൻസ് വാങ്ങി, അതുപോലെ തന്നെ കാർഡുകളൊക്കെ എത്രത്തോളം ലെവൽസ് അപ്ഗ്രേഡ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ ബാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു സെഷനിൽ നിന്നുള്ള നമ്മുടെ എയർ ഡ്രോപ്പ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റ് സെഷനിൽ എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചീവ്മെൻറ്റ് സെഷനിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനിയും പറ്റുമോ അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് ഇവരുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി, അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവർ പരിഗണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കീസാണ്. നമ്മൾ എത്രത്തോളം കീസ് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്തു എന്നുള്ളതും നമ്മുടെ എയർ ഡ്രോപ്പ് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിരിക്കും.
അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയകളിൽ നിന്നും നമുക്ക് എത്രത്തോളം പോയിന്റ്സ് കിട്ടുന്നു എന്നതായിരിക്കും നമ്മുടെ ഫൈനൽ എയർ ഡ്രോപ്പ് അലോക്കേഷനെ തീരുമാനിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴും അവരെന്നാണ് എയർ ഡ്രോപ്പ് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന കാര്യങ്ങളിലൊന്നും ഇതുവരേക്കും അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു എയർ ഡ്രോപ്പ് ഇവർ വീണ്ടും നീട്ടിക്കൊണ്ടുപോകാനും അല്ല, വേണമെങ്കിൽ പെട്ടെന്ന് തരാനുള്ളൊരു സാധ്യതയുണ്ട്. പെട്ടെന്ന് തരാനുള്ള സാധ്യത വളരെ കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത്ര വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ വെച്ച് മാക്സിമം അവർ ഏണിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എയർ ഡ്രോപ്പ് തരാനായിട്ട് പോകുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ എയർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ഓൾറെഡി വളരെ ഹ്യൂജ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഡൈല്യൂട്ടായിട്ട് വരുമ്പോൾ കിട്ടുന്ന എയർ ഡ്രോപ്പ് വാല്യൂ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗഡഡ് അല്ലാത്ത എയർ ഡ്രോപ്പുകൾ ഫാം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള എയർ ഡ്രോപ്പുകളുടെ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാറ്റീസണൊക്കെ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ഒക്കെ ഫ്രീ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ മറക്കാതെ ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.